നമുക്ക് മനസാക്ഷിക്ക് നിരക്കാത്തൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ അടുത്ത കാലത്ത് അത് പ്രിയന്തൻ അത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങളോട് ഇവിടെ പല ആളുകളും പുതിയ കാലഘട്ടത്തിൽ പല കോംപ്രമൈസുകളും ചെയ്യുന്ന കാണുമ്പോൾ പട്ടിണി കിടക്കുന്ന കാലത്തായാലും ഞങ്ങൾ ഇത്തരം കോംപ്രമൈസിൽ നിന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനത് വളരെ ശക്തമായ രീതിയിൽ FBയിൽ അത് കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊരു ശരിയായ രീതിയാണെന്ന് വിശ്വസിക്കുന്നുമില്ല. ഏത് നമ്മൾ ചെയ്തത് ശരിയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മളെ ധാരണകൾക്ക്, നമ്മുടെ ചിന്തകൾക്ക്, അല്ലെങ്കിൽ അത് ഒരിക്കലും അതൊരു നാടിന് ദോഷം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് തോന്നുന്നത്. അല്ല, എൻ്റെ സാമ്പത്തിക നേട്ടങ്ങൾ മാത്രം നോക്കിയിട്ട് ഞാൻ സിനിമ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ബാക്കി ആളുകൾക്ക് എന്ത് സംഭവിച്ചിട്ടോ, ഈ രാജ്യത്തിന് എന്ത് സംഭവിച്ചിട്ടോ, ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചിട്ടോ, സമൂഹത്തിന് എങ്ങനെ ബാധിക്കുന്നു, ചെറിയ രീതിയിലൊക്കെ നമ്മളതൊരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നോക്കേണ്ട കാര്യമുണ്ട് എന്നുള്ള വിശ്വസിക്കുന്നവരാണ്. ചെറിയ രീതിയിലല്ല, എത്തിക്സ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അത് പിടിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചിന്തകളിൽ ഭയങ്കര വൈരുദ്ധ്യം തോന്നുന്നൊരു സിനിമയെ നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല. അങ്ങനെ സിനിമ ഞാനും പ്രിയന്തനും കൂടി എനിക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ നിർദാക്ഷിണ്യം ചെയ്യില്ല. ഇത്തരം സിനിമകളുടെ ഭാഗമാവാൻ ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതിന്നും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ തന്നെയായിരിക്കും നിലപാടുകളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന. ഞാനങ്ങനെ കടുംപിടുത്തക്കാരല്ല, പക്ഷെ നമുക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. അതിലും പേരും പട്ടിണി കിടന്ന് മരിക്കാനായിരിക്കും.